ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർജി, സമ്മേളനം ഉദ്ഘാടനവും ആധ്യാത്മിക പ്രഭാഷണവും നിർവഹിച്ച ശ്രീമദ് സ്വാമി ബോധതീർത്ഥജി, സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് അജിത് അന്നിയൂർജി, ശ്രീ ചെമ്പഴന്തി ഉദയൻ അവർകൾ, പുരുഷോത്തമൻ പൂറ്റിജി, വിജീഷ് കെ, പ്രാർത്ഥന ചൊല്ലിയ മാളവിക, ഇവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങളെ, സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുണ്യപുരാതനമായ അണിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ശ്രീ ചട്ടമ്പിസ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും പ്രഥമ സംഗമം നടന്ന ഈ പുണ്യസ്ഥലം സന്ദർശിക്കുവാനും ഈ സംഗമത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം സ്വീകരിക്കാനും കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമായി, ഗുരുപരമ്പരകളുടെ കാരുണ്യമായി കരുതുന്നു. 2024 കേരളത്തിൻ്റെ ആധ്യാത്മിക നവോത്ഥാന ചരിത്രത്തിലും സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങളിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 2024. നമുക്കറിയാം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം, ശ്രീ ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധിയുടെ 100ാം വാർഷികം, ശതാബ്ദി. കേരള നവോത്ഥാന ചരിത്രത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ശ്രീ കൊട്ടാരക്കര സദാനന്ദ സ്വാമികളുടെ സമാധി ശതാബ്ദി. ഇതെല്ലാം ഈ 2024 അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനം, അതിൻ്റെ ശതാബ്ദിയും 2024. അപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ആധ്യാത്മിക സംരംഭങ്ങളിൽ വളരെയേറെ നിർണായകമായൊരു വർഷമാണ് 2024. ഈ 2024 തന്നെ വന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനവും അതിലേറെ സന്തോഷവുമുണ്ട്. ഞാൻ വന്ന സമയത്ത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളെയും കൂടി സന്ദർശിച്ച അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ആ ഫലകം സന്ദർശിക്കുകയുണ്ടായി. ഒരു ചെറിയ അഭിപ്രായമുണ്ട്. അതിലെ വർഷം ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് 1053, കൊല്ലവർഷം 1053, ഇംഗ്ലീഷ് വർഷം 1883 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അവ തമ്മിലൊരു പൊരുത്തമില്ല. കാരണം കൊല്ലവർഷം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, കൊല്ലവർഷത്തോട് 824 കൂട്ടുമ്പോഴാണ് ഇംഗ്ലീഷ് വർഷം കിട്ടുന്നത്. അങ്ങനെ കൂട്ടുമ്പോൾ 1877 വരേണ്ടത്. അപ്പോൾ ചെറിയ ഒരു തെറ്റാണ്, ഒന്ന് ദയവായി തിരുത്തണം. ഒരു ചെറിയ എളിയ അഭിപ്രായമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും വർഷം ഏതാണെങ്കിലും ഈ അണിയൂർ ക്ഷേത്ര സന്നിധിയിൽ വച്ചാണ് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും കണ്ടത് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അവരുടെ ശിഷ്യന്മാരുമെല്ലാം അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. ഏതായാലും ആ സന്ദർശനം മുതൽ ആരംഭിക്കുന്ന ഇവരുടെ ഉറ്റ ബന്ധം കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ ചരിത്രത്തെ തന്നെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അരൂപ്പുറം പ്രതിഷ്ഠ വരെ ഇവർ ഒരുമിച്ചായിരുന്നു അത്രേ. അണിയൂർ വെച്ച് ഇവർ കാണുന്നു. പിന്നെ ഇടയ്ക്ക് ശ്രീനാരായണ ഗുരുദേവൻ കുറച്ച് 1 മാസത്തേക്കൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് ചട്ടമ്പിസ്വാമികളുടെ കൂട്ടത്തിൽ തന്നെയാണ് പോകുന്നത്.
ഒരു പല സ്ഥലങ്ങളിൽ പോയതായും അവിടെ തപസ്സനുഷ്ഠിച്ചതായും ഒക്കെ ചരിത്രരേഖകളുണ്ട്. അരിയൂപ്പുറം പ്രതിഷ്ഠയോടനുബന്ധിച്ച് മാത്രമാണ്, അതിനല്പം മുമ്പ് മാത്രമാണ് ചട്ടമ്പി സ്വാമികൾ പിന്നീട് മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത്. അങ്ങനെ അല്പം അവർ അകന്നെങ്കിലും പിന്നീടും ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ പലയിടത്തായി സന്ദർശിക്കുന്നുണ്ട്. അവരുടെ സൗഹൃദം, അവരുടെ ഗുരുശിഷ്യബന്ധം, അത് തർക്കമുണ്ട്. ഗുരുശിഷ്യബന്ധമാണോ സൗഹൃദമാണോ എന്താണെങ്കിലും നമുക്കതിന് എന്താണെങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്നൊരു ഉത്തമ ബന്ധമായിരുന്നു അവരുടേത്. അങ്ങനെ ഒരു സന്ദർശനത്തിൻ്റെ വേദി കൂടിയാണ് ഈ പവിത്രമായ ക്ഷേത്രം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായൊരു പ്രസക്തിയുണ്ട്. നവോത്ഥാനം എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. നവോത്ഥാനം കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എന്താണ് എന്ന് പലർക്കും ധാരണയുണ്ടോ എന്ന് സംശയമാണ്. നവോത്ഥാനം, നവീകരണം, പരിഷ്കരണം എന്നൊക്കെ പല രീതിയിൽ വിളിക്കപ്പെടുന്ന ഈ പദം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ സനാതനധർമ്മത്തിന് ഈശ്വരൻ, പരമേശ്വരൻ ആർഷഗുരുപരമ്പരകളിലൂടെ ലോക നന്മയ്ക്കായി നൽകിയ ശാസ്ത്രത്തിന് അപചയം വന്നപ്പോഴാണ് നവോത്ഥാനമുണ്ടായത്. ആദ്യത്തെ നവോത്ഥാനം 8-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ തന്നെ ജനിച്ച ശ്രീ ശങ്കരാചാര്യർ നടത്തിയതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 14-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് നവോത്ഥാനം ഉണ്ടാകുന്നത്. 14-ാം നൂറ്റാണ്ടിൽ. അതിനും 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ ശ്രീ ശങ്കരാചാര്യർ തന്നെ ആധ്യാത്മിക നവോത്ഥാന തുടക്കം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളും പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. ഈ അട്ടിമറി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരണ പ്രക്രിയകൾ ഉണ്ടാകണം. അതിനാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാ ദിവസവും കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ശരീരം വൃത്തിയാക്കുന്നു, മുറി വൃത്തിയാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു. ഇത് എത്രത്തോളം ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ തന്നെയാണ് ഒരു സമൂഹത്തിൽ ശുദ്ധീകരണം ഉണ്ടാകുമ്പോഴാണ് അതിനെ നവോത്ഥാനം എന്ന് പേര് വിളിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ട അവസ്ഥ. ഉദാഹരണത്തിന് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ദർശനം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ ഈശ്വരൻ്റെ, ഒരേ പരമേശ്വരൻ്റെ തന്നെ ഭാഗങ്ങളാണ് എന്നുള്ളതാണ്. ഇതിനാണ് സർവന്തര്യാമിവാദം, സർവവ്യാപി ദർശനം എന്നൊക്കെ പറയുന്നത്. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയും പോലും ഒന്നാണെന്ന് പറയുന്ന ഒരേ ഒരു ദർശനമേ ഉള്ളൂ. അത് സനാതനധർമ്മമാണ്. എന്നിട്ടും മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്ന ജാതി, അയിത്തം, ഭ്രഷ്ടുവാദം, ഇങ്ങനെയുള്ള ധാരാളം അട്ടിമറികൾ ഇവിടെ ഉണ്ടായി. ഈ അട്ടിമറികളുടെ ദുരന്തങ്ങൾ എല്ലാവരും അനുഭവിച്ചു. നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ അവർണ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല അനുഭവിച്ചത്. സവർണരെന്ന് വിളിക്കപ്പെടുന്ന സമുദായത്തിലുള്ളവരും ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നവോത്ഥാനത്തെപ്പറ്റി ഒരു നറേഷനുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ചില ജാതി സവർണ ഹിന്ദുക്കൾ അവർണ ഹിന്ദുക്കൾക്കെതിരെ നടത്തിയ ക്രൂരമായ വേട്ടയുടെ ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. കുറേയൊക്കെ ശരിയുണ്ട്, തീർച്ചയായിട്ടും അതിനോട് നമുക്ക് യോജിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജാതിയുടെ ദൂഷ്യഫലങ്ങൾ എല്ലാവരും അനുഭവിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഉദാഹരണം പറയാം. ഈ ജാതി വ്യവസ്ഥയുടെ സാങ്കല്പികമായ മനുഷ്യനുണ്ടാക്കിയ ജാതി വ്യവസ്ഥയുടെ തലപ്പത്തിരുന്നത് ബ്രാഹ്മണ സമുദായമാണല്ലോ. അവരനുഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല.
ഈ നാട്ടിൽ സ്ത്രീകൾ ഏറ്റവും അധികം ചവിട്ടി മെതിക്കപ്പെട്ടത്, ഏറ്റവും ദുരന്തം അനുഭവിച്ചത് ഏത് സ്ത്രീകളാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ സ്ത്രീകളാണ്. ബ്രാഹ്മണ സമുദായത്തിൽ ഏറ്റവും അധികം ഉള്ളത് സ്ത്രീകളായിരുന്നു. ഭർത്താവ് വളരെ വയസ്സനായ വൃദ്ധനായ ഒരാളായിരിക്കും വിവാഹം കഴിക്കേണ്ടി വരിക. അയാൾ മരിച്ചു പോയാൽ വളകളൊക്കെ ഉടച്ച് പൊട്ട് മായ്ച്ച് തല മുണ്ടനം ചെയ്ത് ആൻഡമാൻ ജയിലിനേക്കാൾ കഷ്ടമായ അകത്തളങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടി വരുന്നവർ. പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനും വരാൻ അവർക്ക് പറ്റില്ല. ജീവിതം പിന്നീട് കല്യാണം കഴിക്കാനും പറ്റില്ല. ജീവിതം മുഴുവൻ അവിടെ ഹോമിച്ച 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ജാതി വ്യവസ്ഥയുടെ ദൂഷ്യഫലങ്ങൾ അവരും അനുഭവിച്ചിട്ടുണ്ട്. ഇനി ബ്രാഹ്മണ സമുദായത്തിലെ ആണുങ്ങളുടെ കാര്യം എടുക്കുക. അതിലെ ഏറ്റവും മൂത്ത ആൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ അവകാശമുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഏതെങ്കിലും നായർ വീടുകളിൽ സംബന്ധം നടത്തണം. ഈ സംബന്ധം നടത്തിയാൽ പോലും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഒന്ന് ഓമനിക്കുവാൻ പോലും, വാത്സല്യം നൽകുവാൻ പോലും അവകാശമില്ലാത്തവർ. ചട്ടമ്പിസ്വാമികളൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികളുടെ അച്ഛനൊരു ബ്രാഹ്മണനാണ്, അമ്മ നായർ സ്ത്രീയാണ്. തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയാണ് അച്ഛൻ. മോനെ ഒന്ന് പുന്നാരിപ്പിക്കാൻ അവകാശമില്ല, അടുത്ത് ചേർത്ത് നിർത്താൻ അവകാശമില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. എന്ത് മനോവ്യഥയായിരിക്കും അവരനുഭവിച്ചത്. ഇവരെല്ലാം ഒരു ബ്രെയിൻ വാഷിങ്ങിന് അടിമകളായിരുന്നു. അവർക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത ഏതോ തരം ഐഡിയോളജിയുടെ അടിമകളായിരുന്നു. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം ഇത് തെറ്റാണെന്ന് ബോധമുണ്ടെങ്കിൽ പോലും എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ അവരെ ഭ്രഷ്ട് കൽപ്പിക്കുമായിരുന്നു. അന്ന് ഭ്രഷ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ശിക്ഷയാണ് ഭ്രഷ്ട് എന്ന് പറയുന്നത്. ജാതിയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നികൃഷ്ടനായിട്ടാണ് എല്ലാ സമുദായവും, താഴ്ന്നു നിന്നും ഉയർന്നു നിന്നും വിളിക്കപ്പെടുന്ന എല്ലാ സമുദായവും അവരെ കാണുക. നികൃഷ്ടരായിട്ട്, നീച വ്യക്തികളായിട്ട് അവരെ കാണും. അങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ച കുറേ ബ്രാഹ്മണരും ഉയർന്ന ജാതിക്കാരാണ് പണ്ട് ഓർത്തഡോക്സ് യാക്കോബായ എന്നൊക്കെ വിളിക്കുന്ന ക്രിസ്ത്യാനികളിൽ ചേർന്നത്. അപ്പം നമ്മുടെ ഈ ജാതി വ്യവസ്ഥയുടെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ഹിന്ദുക്കളോട് ക്രൂരതയും മറ്റുള്ളവരോട് വളരെ ഉദാരതയാണ് കാണിച്ചിരുന്നത്. സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ അവർ മുൻപന്തിയിൽ നിന്നു. ജാതി വ്യവസ്ഥ ഇതര മതങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവർ മുൻപന്തിയിൽ നിന്നു. ഇവർ പോയി ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്ക് ചേർന്നപ്പോൾ ഇവർക്ക് പഴയ ആദരവൊക്കെ കിട്ടി. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട നിരവധി സവർണ സമുദായങ്ങൾ അവരുടെ അഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി മറ്റു മതങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി ഈ ജാതി മാമൂൽവാദികൾ. സനാതനധർമ്മമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധരായ ശത്രുക്കളായിരുന്നു ഇവർ. അതുപോലെ അടുത്ത വിഭാഗം നായർ വിഭാഗം. ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഏറ്റവും അധികം ദുരന്തങ്ങൾ അനുഭവിച്ച മറ്റൊരു സമുദായമില്ല. നായർ വിഭാഗമാണ് ഏറ്റവും അധികം ബ്രാഹ്മണ മേധാവിത്വത്തിന് ദുരന്തം അനുഭവിച്ചത്. അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും മരുമക്കത്തായമാണ്. അവിടുത്തെ മൂത്ത കാരണവർ, അമ്മാവൻ നല്ല ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ല ആളല്ലെങ്കിൽ അവരുടെ ജീവിതം നരകതുല്യമാണ്. അവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ അവസ്ഥ അതിനെക്കുറിച്ച് ധാരാളം. പക്ഷെ നമ്മൾ ഇവരെയൊക്കെ കാണുന്ന ഭീകരന്മാരായിട്ടാണ്. ഏതോ ഒരു പുതിയ നറേറ്റീവ് കൊണ്ട് ഇവരൊക്കെ വലിയ ഭീകരരെ പോലെയാണ് നമ്മളൊക്കെ കാണുന്നത്. പക്ഷേ അവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാക്കന്മാർക്ക് പോലും ഇതിനെ പേടിയായിരുന്നു, തൊടാൻ പേടിയായിരുന്നു. ഇനി അതിൽ താഴെയുള്ള വിഭാഗങ്ങൾ, താഴെ ഉയർന്നെന്ന് പറഞ്ഞ വിഭാഗങ്ങളില്ല. പക്ഷെ അന്നത്തെ വിഭാഗമാണ് ഞാൻ പറയുന്നത്. അതിൽ താഴെയുള്ള വിഭാഗങ്ങൾ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ക്രൂരത അനുഭവിച്ചിട്ടുണ്ട്. താഴെത്തട്ടിലേക്ക് വരുമ്പോൾ കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. ഏറ്റവും പിന്നോക്ക എന്ന് വിളിക്കപ്പെടുന്ന
ഇന്നത്തെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഇവർ എല്ലാ പീഡനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജാതി വ്യവസ്ഥ സനാതനധർമ്മത്തിനെതിരായിരുന്നു. എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന, മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഒന്നാണെന്ന് പറയുന്ന സർവന്തര്യാമി ദർശനത്തിനെതിരായിരുന്നു ജാതി വ്യവസ്ഥ. ശ്രീകൃഷ്ണൻ ഏത് ജാതിയാണ്? ശ്രീരാമൻ ഏത് ജാതിയാണ്? വാൽമീകി, വ്യാസൻ, വിദുരർ ഏത് ജാതിയാണ്? വ്യാസൻ തൻ്റെ മകനെ ശുഗനെ ഒരു ഗൃഹസ്ഥനും രാജാവുമായ ജനകൻ്റെ അടുക്ക് വിടുന്നുണ്ട് ശുഗനെ. അതുപോലെ ഇറച്ചിവെട്ടുകാരിൽ നിന്ന് കൗശിക ബ്രാഹ്മണൻ പഠിക്കുന്നുണ്ട്, വിദ്യ പഠിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വച്ചിട്ട് പോലും ഇതിനെല്ലാം അട്ടിമറിക്കാൻ ഏതോ ശക്തികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ രാമായണത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടായി. വാൽമീകി രാമായണം വായിക്കുമ്പോൾ യുദ്ധകാണ്ഡത്തോടുകൂടി തീരുന്ന രീതിയിലാണ് വാൽമീകി രാമായണം. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ ധാരാളം മലയാളം പരിഭാഷകളുണ്ട്. യുദ്ധകാണ്ഡം എങ്ങനെ അവസാനിക്കുന്ന അറിയാമോ? ശ്രീരാമനും സീതയും സസുഖം അയോധ്യയിൽ ആയിരക്കണക്കിന് വർഷം, അതല്പം കാവ്യഭാവന കൂട്ടി പറഞ്ഞതായിരിക്കാം, അനേക കാലം സുഖമായി ഇവിടെ താമസിച്ച എല്ലാവരും അനുഗ്രഹിച്ചെന്നാണ്. അല്ലാതെ സീത ഉപേക്ഷിച്ച കാര്യം വാൽമീകി രാമായണത്തിനില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ രാമനെ പ്രതിസ്ഥാനത്താണ് കാണുന്നത്. പല രാമായണങ്ങളുണ്ട്, പല രാമായണങ്ങളിൽ ഇതുപോലെ ധാരാളം അബദ്ധങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ന്യായീകരിക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, യുദ്ധകാണ്ഡത്തോടുകൂടി അവസാനിക്കുന്ന വാൽമീകി രാമായണത്തിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഉത്തര രാമായണം എന്നൊരു ഭാഗം ആരോ കൂട്ടിച്ചേർത്തു. അതിലാണ് ഇതൊക്കെ ഉള്ളത്. വാൽമീകി രാമായണത്തിൽ അവസാനം പറയുന്നുണ്ട്, വാൽമീകിയാൽ എഴുതപ്പെട്ട് കഴിഞ്ഞ ഈ വാൽമീകി രാമായണം വായിച്ചാലുണ്ടാകുന്ന ഫലശ്രുതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഗ്രന്ഥത്തിൻ്റെ സ്തോത്രത്തിൻ്റെ അവസാന ഭാഗമാണ് ഫലശ്രുതി വരിക. ശ്രീരാമൻ സീത ഉപേക്ഷിച്ചിട്ടേയില്ല സത്യത്തിൽ. പക്ഷെ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ചെറുപ്പത്തിൽ നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ സാധാരണ ഏതെങ്കിലും കഥാപ്രസംഗം, ചിത്രകഥകൾ, സീരിയലുകൾ, അമ്മമ്മ കഥകൾ, ഏതെങ്കിലും ആൾക്കാരുടെ മതപ്രഭാഷണങ്ങൾ, ഇതിൽ നിന്നാണ് സാധാരണ ഇതൊക്കെ പറ്റി മനസ്സിലാക്കുന്നത്. അവരും ഇതിൽ ബ്രെയിൻവാഷ് ചെയ്യപ്പെട്ട നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ആയിരിക്കും. ഇതാണ് അട്ടിമറികൾ. നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ ഏറ്റവും വലിയ നമ്മൾ പോരാടേണ്ടത് സനാതനധർമ്മ സിദ്ധാന്തങ്ങളെ തന്നെ അട്ടിമറിച്ച കുറേ ബിരുദന്മാരുണ്ട്. ചണ്ഡാലനെപ്പോലും ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ച ഒരാളാണ് ശ്രീ ശങ്കരാചാര്യർ. അതുകൊണ്ട് അന്നത്തെ പുരോഹിതന്മാർക്ക് ഇഷ്ടമല്ലായിരുന്നു ശങ്കരാചാര്യരെ. അതുകൊണ്ട് ശങ്കരാചാര്യർ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശവസംസ്കാരം അവർ ബഹിഷ്കരിച്ചു. ശങ്കരാചാര്യരെ ഭ്രഷ്ട് കൽപ്പിച്ചു, പ്രച്ഛന്ന ബൗദ്ധനെന്ന് ആക്ഷേപിച്ചു. ശങ്കരാചാര്യ കുലുങ്ങിയില്ല. ഒറ്റയ്ക്ക് ഒരു സന്യാസിയായിട്ട് പോലും അമ്മയുടെ ശവസംസ്കാരം സ്വയം ചെയ്തു. അവർ പിന്നീട് പക വീട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമോ? കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ശങ്കരമഠങ്ങളിൽ ഇവർ ആധിപത്യം ചെലുത്തി. ശങ്കരാചാര്യരുടെ പേരിൽ ഒരു ശാങ്കര സ്മൃതി എന്ന് പറഞ്ഞ് ചെങ്ങന്നൂറുകാരനായ ഒരു ശങ്കരശാസ്ത്രികളെ കൊണ്ട് ഒരു ശങ്കര സ്മൃതി ഉണ്ടാക്കി. ശങ്കരാചാര്യർ അറിഞ്ഞിട്ട് പോലും കാണില്ല. അപ്പോൾ ഒരു മഹാപുരുഷൻ്റെ പേരിൽ വേറൊരു കൃതി ഉണ്ടാക്കുക. വ്യാസൻ്റെ പേരിലൊക്കെ അങ്ങനെ അബദ്ധകൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അട്ടിമറികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വാൽമീകി എഴുതിയ വാൽമീകി രാമായണത്തിൽ നടത്തിയ അട്ടിമറിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ശ്രീരാമൻ വില്ലൻ കഥാപാത്രമാണ്. ഉത്തരരാമായണം അനുസരിച്ച് വില്ലൻ കഥാപാത്രമാണ്. കാരണം ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ച ആളെ നമ്മൾ എന്ത് വിളിക്കും? ശംഭൂകൻ എന്ന് പറഞ്ഞൊരാളെ കൊന്ന ആളെ എന്ത് വിളിക്കും? പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഈ ഉത്തരരാമായണം എന്നുള്ള കൃതി വാൽമീകി രാമായണത്തിൽ കൂട്ടിച്ചേർത്തതാണെന്നും വാൽമീകി രാമായണം പറയുന്ന പല കാര്യങ്ങൾക്കും എതിരാണ് ഉത്തരരാമായണം എന്നുമാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ആർഷവിദ്യാസമാജം പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് 6 തരം ബ്രെയിൻ വാഷിങ്ങിനെതിരെയുള്ള പോരാട്ടമാണ് ഇന്നത്തെ നവോത്ഥാനം. പണ്ട് ചട്ടമ്പി സ്വാമികൾ,
അതിനു മുമ്പ് അയ്യാവൈകുണ്ഠ സ്വാമികൾ, തൈക്കാട് അയ്യാവശുദ്ധ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, സദാനന്ദ സ്വാമികൾ, ശുഭാനന്ദ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ, ആഗമാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ മഠം സന്യാസിമാർ, ആര്യസമാജം, പ്രാർത്ഥനാ സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി, അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി, ശിവാനന്ദ പരമഹംസർ, വാഗ്ഭടാനന്ദൻ, ഇങ്ങനെ ആധ്യാത്മികാചാര്യന്മാർ മുൻനിരയിൽ നിന്ന് സവർണ അവർണ ഭേദമന്യേ ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ പോരാട്ടങ്ങളാണ് നവോത്ഥാന ചരിത്രം. അന്നത്തെ നവോത്ഥാനങ്ങൾക്കെല്ലാം ഓരോ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ജാതി നശീകരണം, മതപരിവർത്തനത്തിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കുക. ഹൈന്ദവ നവോത്ഥാനം, സാമൂഹ്യ പരിഷ്കരണം. ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അന്ന് അവരെല്ലാവരും ഒരുപോലെ പരിശ്രമിച്ചത്. പക്ഷേ ഈ നവോത്ഥാന നായകന്മാർ ഇന്നാണ് വരുന്നതെങ്കിൽ ഇന്നേറെക്കുറെ ജാതി പ്രശ്നമൊക്കെ കേരളത്തിലെങ്കിലും പരിഷ്കരിച്ച് കഴിഞ്ഞു. കേരളത്തിലെങ്കിലും ജാതിയുടെ വിവേചനം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെതിരെയാണ് അവർ പോരാടുക. ഇപ്പോൾ അവർ ജനിച്ചെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളൊക്കെ ഈ കാലഘട്ടത്തിൽ ജനിച്ചെങ്കിൽ അവർ പോരാടുന്നത് 6 തരം ബ്രെയിൻ വാഷിങ്ങൾക്കെതിരെയാവും. ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ദുസ്വാധീനം. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ജനതയെ പലതരത്തിൽ പിടികൂടുന്ന 6 തരം ബ്രെയിൻ വാഷിങ്ങുകളുണ്ട്. നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ സ്കൂളിലേക്കും കോളേജുകളും അയക്കുന്ന നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാം. വീട്ടിനകത്തിരിക്കുന്ന വീട്ടമ്മമാരെ ചിലപ്പോൾ നമ്മളെ തന്നെയും ബ്രെയിൻ വാഷ് ചെയ്യാം ഇതേ ശക്തികൾ. കാരണം ഇപ്പോൾ പഴയ പോലെയല്ല, ഇൻ്റർനെറ്റിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ അകത്തളങ്ങളിൽ വരെ ഇവരുടെ ബ്രെയിൻ വാഷിംഗ് എത്തുന്നുണ്ട്. വന്ന് നോട്ടീസ് കൊടുക്കുന്നു വേണ്ട, പുസ്തകം പ്രചരിപ്പിക്കേണ്ട, പലതരം മാർഗങ്ങളുണ്ട്. യൂട്യൂബ് പ്രഭാഷണങ്ങൾ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, പല രീതിയിലൂടെ നമ്മുടെ കുട്ടികൾ പലരും ഇതിൽ പെട്ടുപോകുന്നുണ്ട്. ഇതിനെതിരെയുള്ള പോരാട്ടമാണ് ആർഷവിദ്യാസമാജം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആർഷവിദ്യാസമാജത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരമായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. ഏതാണ് ഈ 6 തരത്തിലുള്ള ദുസ്വാധീനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേക്കാം. ഒന്ന്, നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില മാമൂൽവാദങ്ങൾ. എന്താണ് മാമൂൽവാദം എന്ന് പറഞ്ഞാൽ? മുത്തച്ഛൻ കുഴിച്ച കിണറാണ്, കലക്കവെള്ളമാണെങ്കിൽ ഞാൻ അതേ കുടിക്കൂ. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അത്യാചാരങ്ങൾ, ആശയമലിനീകരണം, ആത്മീയാജീർണം, ജാതി മേൽക്കോമാവാദം, ജാതി വൈരം, തമ്മിൽ ജാതികൾ തമ്മിലുള്ള വൈരം, ഇതെല്ലാം അടങ്ങുന്ന ബ്രെയിൻ വാഷിംഗ് ആണ് ഹിന്ദുക്കളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര പ്രശ്നമാണ്. നമ്മുടെ മഹത്തായ ഗുരുക്കന്മാരുടെ പേരിൽ വരെയുണ്ട് ഈ പോരാട്ടം. ചട്ടമ്പി സ്വാമികളെ നായർ വിഭാഗം മാത്രമാക്കി എടുക്കും ചിലർ. ശ്രീശങ്കരാചാര്യ ബ്രാഹ്മണനായിട്ട് മാത്രം ചിലരെടുക്കും. ശ്രീനാരായണ ഗുരുവെ ഈഴവ വിഭാഗം മാത്രമായിട്ട് ചിലരെടുക്കും. തൈക്കാട് അയ്യാവശുദ്ധ സ്വാമികളെ വെള്ളാള സമുദായമായിട്ട് മാത്രമേ എടുക്കും ചില ആൾക്കാർ. അയ്യാവൈകുണ്ഠ സ്വാമികളെ നാടാർ സമുദായമാക്കി മാത്രം എടുക്കും. ശുഭാനന്ദ ഗുരുദേവനെ പറയ വിഭാഗത്തിൽപ്പെട്ട ആളാക്കി എടുക്കും. ഇങ്ങനെ എടുത്ത് അവരെന്താണോ മുന്നോട്ട് വച്ചത്, അവർ ആശയങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന ഒരു തരം ബ്രെയിൻ വാഷിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ജാഗ്രതയോടെ ഇരിക്കണം. പല ഗ്രന്ഥങ്ങളും അവർ അട്ടിമറിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാൽമീകി രാമായണം അട്ടിമറിച്ചതുപോലെയാണ്. ഇത് നമുക്കിടയിൽ നമ്മൾ നടത്തേണ്ട വലിയൊരു ശുദ്ധീകരണ പോരാട്ടമാണ്. ഇനി രണ്ടാമത്തെ ബ്രെയിൻ വാഷിങ്, നമ്മുടെ ഈ തമ്മിത്തല്ലലും ധർമ്മം പഠിക്കാനുള്ള മനോഭാവമില്ലായ്മയും ജാതി പ്രശ്നങ്ങളും അനൈക്യമൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട്, നമ്മുടെ ആൾക്കാർക്ക് പഠിക്കാൻ സംവിധാനം ഇല്ലല്ലോ, ഇത് ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട സഹോദരന്മാരെ, മക്കളെ, അച്ഛനമ്മമാരെ പോലും മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ബ്രെയിൻ വാഷിംഗ് നടക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മതമൗലികവാദ ബ്രെയിൻ വാഷിംഗ് നടക്കുന്നുണ്ട്. ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് നടക്കുന്നുണ്ട്.
ഞാൻ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്, നല്ല ആൾക്കാർ കുറേ ഉണ്ട് അതിൽ. ഞാൻ പറഞ്ഞത് ഇവരുടെ മതം മാത്രമേ ശരിയുള്ളൂ, അവരുടെ അള്ളാഹു അല്ലാതെ യഹോവയല്ലാതെ വേറൊരാളും സ്വീകാര്യനല്ല, അവരാരാധിക്കുന്നവരൊക്കെ നരകത്തിൽ പോകും, മറ്റു ദേവീദേവന്മാരൊക്കെ സാത്താന്മാരാണ്, പിശാചുക്കളാണ് എന്ന് പറയുന്ന കുറച്ച് കൂട്ടരുണ്ട്. അവരെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അങ്ങനെയുള്ള ബ്രെയിൻ വാഷിംഗ് ധാരാളം നമ്മുടെ സഹോദരി സഹോദരന്മാർ, പുത്രന്മാരും പുത്രിമാരും പോകുന്നുണ്ട്. വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി വേറൊരു ബ്രെയിൻ വാഷിംഗ് ഇച്ചിരി പഠിത്തമുള്ളവർക്ക് വരേണ്ട ബ്രെയിൻ വാഷിംഗ് ആണ്. അതിനാണ് മെക്കാളയിസം എന്ന് പറയുന്നത്. മെക്കാളെ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ തൻ്റെ രാജ്യത്തോട് കൂറുള്ള ആളായിരുന്നു, ബ്രിട്ടനോട് കൂറുള്ള ആളായിരുന്നു. അയാൾ ബ്രിട്ടനിൽ എല്ലാ ഭാരതീയർക്കും രക്ഷ കിട്ടണം എന്ന രീതിയിൽ ഭാരതീയർ ഒരു ദാസ്യ മനോഭാവം സ്വീകരിക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം നടപ്പിലാക്കിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് മെക്കാളയിസം. മെക്കാളെ തൻ്റെ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ട് തൻ്റെ അച്ഛനൊരു കത്തെഴുതുന്നുണ്ട്. മെക്കാളെ തൻ്റെ അച്ഛനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ നാഷണൽ ആർക്കൈവ്സിലുണ്ട് ഈ കത്ത്, നമ്മളത് വായിക്കണം. മെക്കാളെ പറഞ്ഞെന്താണെന്നറിയാമോ? നമുക്ക് വിദ്യ നൽകാൻ വേണ്ടി ആയിരുന്നില്ല, ബ്രിട്ടീഷുകാരെ യജമാനന്മാരെ പോലെ കാണുന്ന ബ്രിട്ടീഷുകാരാണ് നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണമെന്ന് ചിന്തിക്കുന്ന, നമ്മുടെ പൂർവികരെല്ലാം മന്ദബുദ്ധികളും ദുഷ്ടന്മാരുമാണെന്ന് ചിന്തിക്കുന്ന ഒരു വർഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കിയത്. അദ്ദേഹം പറയുകയാണ്, തൊലിയിലും നിറത്തിലും ഇന്ത്യക്കാരും മസ്തിഷ്കത്തിലും ആശയഗതിയിലും ബ്രിട്ടീഷുകാരുമായൊരു പുതിയ വർഗത്തെ ഞാൻ ഈ വിദ്യാഭ്യാസക്രമം കൊണ്ട് സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത്. ന്യൂ ക്ലാസ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അടുത്ത വാചകത്തിൽ പറയുന്നു, ഞാൻ ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയാൽ 100 ബയണറ്റുകൾക്കോ ലാത്തികൾക്കോ തോക്കുകൾക്കോ സാധിക്കാത്ത മഹാവിപ്ലവം ഉണ്ടാകും. ഭാരതത്തെ സ്നേഹിക്കുന്ന, ഹിന്ദുധർമ്മത്തെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കണം, ഭാരതത്തെ സ്നേഹിക്കുന്ന, ഹിന്ദുധർമ്മത്തെ സ്നേഹിക്കുന്ന ഒരൊറ്റ ഭാരതീയം പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 50 വർഷങ്ങൾക്കുള്ളിൽ സാധിക്കുമെന്ന് പറഞ്ഞു. ഇത് വെറുതെ പറഞ്ഞതല്ല, കൽക്കട്ടയിലാണ് ഇത് നടപ്പിലാക്കിയത്. സ്വാമി വിവേകാനന്ദൻ പഠിച്ച കോളേജിലെ ആദ്യ ബാച്ചിലുള്ളവരെല്ലാം മതം മാറി ക്രിസ്ത്യാനികളായിപ്പോയി. കാരണം അവരങ്ങനെയാണ് പഠിപ്പിച്ചത്. നമ്മുടെ പൂർവികന്മാരെല്ലാം മോശക്കാരായിരുന്നു, എല്ലാം മോശപ്പെട്ടതാണ്, ഇവരാണ് രക്ഷിക്കാനെത്തിയത് എന്നൊക്കെ രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗ് ധാരാളം പേര് മാറി. അത് തടയിടാൻ സാധിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും മഹർഷി അരവിന്ദിൻ്റെയും അങ്ങനെ ധാരാളം ആധ്യാത്മിക പുരുഷന്മാരെ പരിശ്രമഫലമായിട്ടാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അല്ല, നമുക്ക് അഭിമാനകരമായൊരു പാരമ്പര്യമുണ്ട്, സംസ്കൃതിയുണ്ട്, ധർമ്മമുണ്ട്, നമ്മുടെ അവതാരങ്ങളുടെ മഹത്വം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ തലമുറ ഉണ്ടായപ്പോഴാണ് ചെറുത്ത് നിൽപ്പ് ആരംഭിച്ചത്. ഇന്നും നമ്മുടെ പല ആൾക്കാർക്ക് ഈ ബോധമുണ്ട്, ഇന്നും. കാരണം അന്ന് പറഞ്ഞ കാര്യം അവർ ഇന്നും ചില ആൾക്കാർ പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഈ പറയുന്നത്. അന്ന് ബ്രിട്ടീഷുകാരോട് ക്വിറ്റ് ഇന്ത്യ വിട്ടു പോവുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഭാരതത്തിലേക്ക് എല്ലാവരും വന്നവരാണ്. ആര്യന്മാർ വന്നു, അതിന് ദ്രാവിഡന്മാർ വന്നു, ഞങ്ങളും വന്നു, മുസ്ലിങ്ങൾ വന്നു, ഞങ്ങളും വന്നു, അതുകൊണ്ട് ആദ്യം വന്നവരാദ്യം പോട്ടെ, എന്നിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. ഇതേ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പറയുന്നുണ്ട്. അവർ ആര്യദ്രാവിഡവാദം ഉണ്ടാക്കി, എന്തെല്ലാം സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയെന്നറിയാമോ? ഇന്ന് അവരതൊക്കെ ഉപേക്ഷിച്ചു. കാരണം ഇപ്പോൾ ആവശ്യമില്ല, കാരണം ബ്രിട്ടൻ്റെ കോളനി അല്ല ഭാരതം, അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. പക്ഷെ അവരന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഇന്നത്തെ പല പണ്ഡിതന്മാരെന്ന് വിളിക്കുന്ന ആൾക്കാർ അതേപടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെക്കാളയിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെയുള്ള മാമൂൽവാദ ചിന്താഗതികൾ, ക്രിസ്ത്യൻ ഇസ്ലാം കൺവെർഷൻസ്, അതുപോലെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഇസ്ലാമിലെ, അതുപോലെ മെക്കാളയിസം, പിന്നെ ചില രാഷ്ട്രീയ കക്ഷിയുടെ ചൂഷണങ്ങൾ. രാഷ്ട്രീയക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, പക്ഷേ മതേതരത്വം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളോട് വിവേചനം കാട്ടുകയും മറ്റുള്ള മതക്കാർക്കെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നൊരു സംവിധാനം, അത് മതേതരത്വമല്ല.
ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ കാര്യമെടുക്കൂ. മതസംവരണം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഒരാൾക്ക് ഇസ്ലാം മതത്തിലേക്കോ ക്രിസ്തു മതത്തിലേക്കോ ചേർന്നാൽ സംവരണം കിട്ടുമെന്ന് പറഞ്ഞാൽ ആ മതത്തിലേക്ക് ആളെ ചേർക്കാനുള്ള പണ്ട് ഔറംഗസീബൊക്കെ ആവിഷ്കരിച്ചതുപോലെയാണ്. ഔറംഗസീബ് പണ്ട് എങ്ങനെ ചെയ്തെന്നറിയാമോ? മുസ്ലിം സുൽത്താൻമാർ ജസിയ നടപ്പിലാക്കി. ഹിന്ദുക്കളായി നിന്നാൽ കനത്ത നികുതി കൊടുക്കണമായിരുന്നു. മുസ്ലിങ്ങളായി മതം മാറിയാൽ ധാരാളം പാരിതോഷികങ്ങൾ കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ആളെ കൂട്ടിയത്. നമ്മുടെ മതേതരത്വ സർക്കാർ ചെയ്യുന്നത് ശരിയാണോ? നമ്മളെ പറ്റിച്ചുകൊണ്ട് പലപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഉദാഹരണം ഞാൻ പറയാം. ഈ ഇടയ്ക്ക് ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ അതുണ്ട്, നടന്നു. കേരളത്തിൽ നടന്നതിൻ്റെ കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ എല്ലാവരും പറ്റിച്ചൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം മുസ്ലിങ്ങൾക്ക് ഏകദേശം 99% മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട് ഇവിടെ. ഒരു ബ്രാഹ്മണന് അവൻ എത്രത്തോളം വിഷമിച്ചാലും അവന് സംവരണം കൊടുക്കാൻ ആരും സമ്മതിക്കില്ല. പക്ഷേ അവൻ മുസ്ലിമായിട്ട് മാറിയാൽ അവന് സംവരണം കിട്ടും, ന്യൂനപക്ഷ അവകാശവും കിട്ടും, OBC സംവരണം കിട്ടും. ഇത് നമ്മളെ പറ്റിച്ച്, ഭരണഘടന പറ്റിച്ചു കൊണ്ടുവന്ന് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. എങ്ങനെ കൊണ്ടുവന്നറിയാമോ? OBC മതപരമായ പരിഗണന കൊണ്ട് സംവരണം കൊടുക്കാൻ ഭരണഘടന പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പൂർണ്ണ അവകാശം കിട്ടിയത്, പൂർണ്ണ സംവരണം കിട്ടിയത് എങ്ങനെയാണ്? ഇന്നലെ രാജാവായിരുന്ന ആൾ മുസ്ലിമായിട്ട് മാറിയൊക്കെ സംവരണം കിട്ടും. എങ്ങനെ ഇത് വന്നെന്നറിയാമോ? അതാണ് ഏറ്റവും വലിയ ചതി. നമ്മളെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ പറ്റിച്ചതിൻ്റെ ചരിത്രം നമ്മൾ അറിയണം. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? മാപ്പിളമാർ, മലബാറിലെ മാപ്പിളമാർ കുറച്ച് പിന്നോക്കാവസ്ഥയിലുള്ളവരാണ്. അവരെ ചൂണ്ടിക്കാട്ടി അവർക്ക് സംവരണമെന്ന് പറഞ്ഞിട്ട് OBCയിൽ ആദ്യം ചേർത്തു. ആരും ചോദ്യം ചെയ്യാൻ പോയില്ല. കാരണം പാവപ്പെട്ടവർക്ക് കിട്ടിക്കോട്ടെ എന്ന് നമ്മുടെ ആൾക്കാർ വിചാരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഗവൺമെൻറ് 94 ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? OBCയിലെ മാപ്പിള എന്നുള്ള വകുപ്പിൽ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും ഉൾപ്പെടുന്നതാണെന്ന് വെച്ചു. അപ്പം മതസംവരണം പോലെയായി. ഇന്നൊരു ബ്രാഹ്മണനോ നായരോ അല്ലെങ്കിൽ ഉന്നത വർഗത്തിൽപ്പെട്ടവരെന്ന് വിചാരിക്കപ്പെട്ട ആർക്കെങ്കിലുമോ എന്തെങ്കിലും സംവരണം കൊടുക്കാൻ നേരത്ത് സാമ്പത്തിക ആവശ്യത കൊണ്ട് ചോദ്യം ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേ ഏറ്റവും കോടീശ്വരന്മാരായ മുസ്ലിങ്ങൾക്ക് വരെ സംവരണം കിട്ടുന്നതിനെ പറ്റി അവരൊന്നും മിണ്ടുന്നില്ല. അത് അവരുടെ അവകാശത്തു നിന്നാണ് പോകുന്നത്, OBCയിൽ നിന്നാണ് പോകുന്നത്. ഇവിടുത്തെ ഈഴവ വിഭാഗവും വിശ്വകർമ്മ വിഭാഗവും ഉൾപ്പെടുന്ന OBCയിൽ നിന്നാണ് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത്. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? മതത്തിൻ്റെ പേര് സംവരണം കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ മതത്തിലേക്ക് ഗവൺമെൻറ് പ്രോത്സാഹനം കൊടുക്കുന്ന പോലെയാവും. ഇങ്ങനെയുള്ള ചില കപട മതേതരക്കാരുണ്ട്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. നമ്മുടെ സന്യാസിയൊക്കെ പറഞ്ഞാൽ ഒരു 10,000 പേര് വോട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഗതി വരില്ല. നമ്മുടെ ക്ഷേത്ര കമ്മിറ്റികൾ വിളിച്ചു കൂട്ടിക്കൊണ്ട് നമ്മുടെ ഹൈന്ദവ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യൂ എന്ന് തീരുമാനമെടുത്തിരുന്നെങ്കിൽ നമുക്ക് ഗതികേടുണ്ടാവില്ല. പക്ഷെ അവരെ ഭയപ്പെടും ആൾക്കാർ. എന്താണെന്നറിയാവോ? അവർ ഇടവക കമ്മിറ്റിയിലൂടെ, പള്ളി കമ്മിറ്റിയിലൂടെ അവർക്ക് നൽകുന്നവരെ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നവർ തീരുമാനമെടുക്കുക. അതനുസരിക്കും ഏറെക്കുറെ. അതുകൊണ്ട് ഇവരൊക്കെ ചെല്ലും, എല്ലാവരോടെ ചെല്ലും, നോമ്പ് തുറക്കാൻ ചെല്ലും, എല്ലായിടത്തും ചെല്ലും. അതിന് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവരവരുടെ കാര്യങ്ങൾ നീങ്ങുന്നു. നമ്മൾ ജാഗ്രത പാലിക്കണം. വോട്ട് ബാങ്കിൻ്റെ പേരിലുള്ള മതവിവേചനം, ചില പ്രീണനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മതേതരത്വത്തിന് തന്നെ എതിരാണ്. ഇനി നാളെ മുസ്ലിങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ആധിപത്യം കേരളത്തിൽ വരുന്നതെന്നിരിക്കട്ടെ, അന്നത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് യാതൊന്നും കിട്ടില്ല. അതാണ് കാശ്മീരിലെ അവസ്ഥ. കാശ്മീർ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്, ബൗദ്ധന്മാരാണ്, ജൈനന്മാരാണ്, സിഖുകാരാണ്, ക്രിസ്ത്യാനികളാണ്. അവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർക്കാണ് കാര്യം. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ് പോലുള്ള കാര്യം, ഞാൻ ഇവിടെ വർഗീയത പറഞ്ഞു ധരിക്കില്ലേ? ഞാൻ ക്രിസ്ത്യാനികളെ മുസ്ലിംക്കെതിരെ അല്ല പറയുന്നത്. നിങ്ങൾ ദയവായിട്ട് ഈ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാതിരിക്കരുത്. നമ്മുടെ ജാഗ്രതയില്ലായ്മ കൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം അനുഭവിക്കാൻ പോകുന്നൊരു വിഷമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു 3 പേർ, ഒരു അബ്ദുള്ള, ഒരു ജോസഫ്, ഒരു വേലായുധൻ, 3 പേര് ഒരുമിച്ച് എവിടെയെങ്കിലും പോയി അവർ 3 പേരും കൊല്ലപ്പെട്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചെന്നിരിക്കട്ടെ.
അബ്ദുള്ളയുടെ കുട്ടിക്കും ജോസഫിൻ്റെ കുട്ടിക്കും പ്രത്യേക സഹായധനമുണ്ട്. ന്യൂനപക്ഷ വിധവകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. അവർക്ക് വീട് വയ്ക്കാൻ സൗകര്യങ്ങളുണ്ട്. പലിശരഹിത വായ്പകളുണ്ട്. പാവപ്പെട്ട ഹിന്ദുവിൻ്റെ ഭാര്യയ്ക്കില്ല. ഇതെന്ത് മതേതരത്വമാണ്? ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഭൂരിപക്ഷമായി കഴിഞ്ഞ് ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. അതാണ് പാകിസ്ഥാനിൽ കണ്ടത്, ബംഗ്ലാദേശിൽ കണ്ടത്. മതത്തിൻ്റെ പേരിൽ 3/1, 5/1 മാത്രമുണ്ടായിരുന്ന മുസ്ലിങ്ങൾ 3/1 വരുന്ന ഭാഗം മേടിച്ചുകൊണ്ട് പോയിട്ടും ഇപ്പോഴും ഇവിടെയും അവർക്ക് ഭരിക്കാൻ കഴിയുന്നു. അതാണ് നമ്മുടെ കുഴപ്പം. രാഷ്ട്രീയക്കാരുടെ പ്രശ്നമാണ്. ഇന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാഗാലാൻഡ്, മണിപ്പൂർ പോലുള്ള നാഗാലാൻഡ്, മിസോറാം പോലുള്ള സ്ഥലങ്ങളിൽ ഒരു മുസ്ലിമിനോ ഒരു ഹിന്ദുവിനോ ക്ഷേത്രമോ മുസ്ലിം പള്ളിയോ വയ്ക്കാൻ പറ്റില്ല. അവർക്ക് ശക്തിയാകുമ്പോൾ മതേതരത്വം പോകുന്നു. ഇന്ന് മിസോറാമിൽ വലിയ മതേതരത്വം പറയുന്ന കക്ഷികളൊക്കെ വോട്ട് ചോദിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയ ഭരണം അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ്. ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയ ഭരണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനമായി മിസോറാമിൽ പല ആൾക്കാർ എൻ്റെ തെളിവൊക്കെ നൽകാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ മതേതരത്വമുള്ളവരാണ്, നമ്മൾ സഹിഷ്ണുതയുള്ളവരാണ്, വിശാലത്വമുള്ളവരാണ്, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ ഉള്ളവരാണ്. പണ്ടും നമ്മുടെ ആചാര്യന്മാർ ചെയ്തിട്ടുണ്ട്, പണ്ടും നമ്മുടെ പൂർവികന്മാർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും തയ്യാറാണ്. പക്ഷെ ദുർബലതയാവാൻ പാടില്ല, വൺ വേ ട്രാഫിക് ആകാൻ പാടില്ല. ഇതിനെതിരെയും ജാഗ്രത പുലർത്തണം. കാരണം കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയത്തിലേക്ക് വീടും നമ്മുടെ കുട്ടികൾ. കുട്ടി സംഘടനകളെ കൊണ്ടല്ലോ സ്കൂളിലും കോളേജിലും രാഷ്ട്രീയക്കാരിലും അവർ ചിന്തിക്കുന്നത് പോലെയായിരിക്കും പിന്നീട് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുക. അപ്പോൾ 6 തരം ബ്രെയിൻ വാഷിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ നവോത്ഥാനം അതാണ്. ഇന്ന് വേണ്ട നവോത്ഥാനം ഇതാണ്. 1, മാമൂൽവാദം, അന്ധവിശ്വാസം, അനാചാരം തുടങ്ങിയ നമ്മുടെ ഇടയിൽ തന്നെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. 2, ക്രിസ്ത്യൻ കൺവെർഷൻ, ഇസ്ലാമിക കൺവെർഷനും ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റും, മെക്കാളയിസം, രാഷ്ട്രീയക്കാരുടെ ചൂഷണം. പിന്നെ അടുത്തൊരു ബ്രെയിൻ വാഷിംഗ് ഉണ്ട്. അത് ചില ആശയങ്ങളാണ്. ഭൗതികവാദം, നിരീശ്വരവാദം, യുക്തിവാദം, സുഖവാദം, ലൗകികവാദം, ഫാഷൻ, കൺസ്യൂമറിസം, കടക്കെണി, ആത്മഹത്യ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, പല ചിന്താധാരകൾ. ഇത് നമ്മുടെ ജനതയെ ബാധിക്കുന്നുണ്ട്. ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങിനെതിരെ പോരാടി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആർഷവിദ്യാ സമാജത്തിനുള്ള അംഗീകാരമായി ഈ അവാർഡ് ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. കാരണം ആർഷവിദ്യാ സമാജത്തിൽ കൊണ്ടുവരുന്ന പിള്ളേർ നമ്മുടെ ഈ കുട്ടികളെ പോലെയൊന്നുമല്ല. കരഞ്ഞ് കാലിൽ വീഴുന്ന മാതാപിതാക്കളുടെ കൈകൾ കാലുകളാൽ തട്ടിയെറിഞ്ഞു പോകുന്നവരാണ്. ബന്ധുക്കളോ മുത്തശ്ശിയോ മുത്തച്ഛന്മാരോ സഹോദരങ്ങൾ കരഞ്ഞാൽ പോലും നോക്കാതെ പടിയിറങ്ങി പോകുന്നവരാണ്. കൗൺസിലിംഗ് ഉദ്യോഗസ്ഥന്മാരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ കോടതിയോ സന്യാസികളോ ജ്യോതിഷികളോ ആര് പറഞ്ഞാലും കേൾക്കാതിരിക്കുന്നവരാണ്. നമ്മുടെ ഈശ്വരനെ സാത്താനായി കാണുന്നവരാണ്. നമ്മുടെ ഗുരുക്കന്മാരെ നരകാവകാശികളായി കാണുന്നവർ. അങ്ങനെ വന്ന ആരും പറഞ്ഞാൽ കേൾക്കാതിരുന്ന 8000-ലേറെ പേരെ തിരികെ സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ് ആർഷവിദ്യാ സമാജം. അത് കൊണ്ടുവരിക മാത്രമല്ല, അത് 20ഓളം പേർ നമ്മുടെ ഫുൾ ടൈം പ്രവർത്തകരായി മാറി. നമ്മുടെ ഇടയിൽ പല ആൾക്കാരെ കൊണ്ട്, അതുപോലെ ആയിരക്കണക്കിന് പേർക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ലഭിച്ചു. 4 പേർ അവരുടെ അനുഭവം വിശദീകരിച്ചുകൊണ്ട് പുസ്തകം രചിച്ചു. അവിടെ പുസ്തകം അവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. അവരെങ്ങനെ അതിൽ പെട്ടുപോയി, അവരെങ്ങനെ തിരിച്ചു വന്നു, അവർ പെട്ടുപോയപ്പോൾ അവരുടെ ചിന്താഗതി എന്തായിരുന്നു, എങ്ങനെ രാജ്യവിരുദ്ധരായി മാനവവിരുദ്ധരായി അവർ മാറിയത് തുടങ്ങിയതൊക്കെ അതിൽ നിന്ന് വായിക്കാം. ഇതാണ് ആർഷവിദ്യാ സമാജം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. അതിന് പുറമെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ജിജ്ഞാസുക്കൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് യുക്തിസഹമായ ശാസ്ത്രം അംഗീകരിക്കുന്ന രീതിയിലുള്ള മറുപടികൾ നൽകിക്കൊണ്ട് പദപരിചയം മുതൽ പഠിപ്പിക്കുന്ന നിരവധി കോഴ്സുകൾ നൽകുന്നു എന്നുള്ളതാണ് ആർഷവിദ്യാ സമാജത്തിൻ്റെ മറ്റൊരു സംഭാവന. ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ്, ഭാരതീയ സംസ്കൃതി കോഴ്സ്, യോഗവിദ്യാ കോഴ്സ്, സ്റ്റുഡൻസ് എക്സലൻസ് പ്രോഗ്രാം കോഴ്സ്, വിദ്യാജ്യോതി സ്കോളർഷിപ്പ് പദ്ധതി, ഇപ്പം ആരംഭിച്ചിരിക്കുന്ന സുദർശനം കോഴ്സ്, ഇനി ആരംഭിക്കാനിരിക്കുന്ന നിരവധി കോഴ്സുകൾ, ഇതെല്ലാം ആർഷവിദ്യാ സമാജം നൽകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ
മാത്രമല്ല ഭാരതത്തിൻ്റെ തന്നെ നവോത്ഥാന ചരിത്രത്തിൽ വലിയൊരു സംഭാവന ചെയ്ത മഹാത്മാക്കളുടെ കൂടിച്ചേർന്നതിൻ്റെ പേരിലുള്ള ഈ അവാർഡ് സ്വീകരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സംഘടനയുടെ പേര് സ്വീകരിക്കാൻ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുക, പറയുന്നവരെ കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക, അത് ശരിയാണെന്ന് പരിശോധിക്കാതിരിക്കുക, അനുഭവം വന്നാൽ പോലും പഠിക്കാതിരിക്കുക, ഇനി അനുഭവം വന്നാൽ പോലും അത് മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കുക. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒരു ചെറിയ കഥ, നിങ്ങളെ ബോറടിപ്പിക്കില്ല. എന്തു പ്രശ്നം വന്നാലും മറ്റുള്ളവരാണ് കുറ്റക്കാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ ചടങ്ങിൽ പോയപ്പോൾ അയാളുടെ ഒരു ഭാഗത്ത് തീപ്പൊള്ളലേറ്റിരിക്കുന്നു, വലതു ഭാഗത്ത് പൊള്ളിയിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കളുടെ വലത് കവിൾ പൊള്ളിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതെൻ്റെ ഭാര്യ, എൻ്റെ വിവേകമില്ലാത്ത ഭാര്യയും എൻ്റെ ബുദ്ധിയില്ലാത്ത സുഹൃത്തും കൂടെ ഒപ്പിച്ച പണിയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അയാളുടെ വലത് കവിൾ പൊള്ളാൻ കാരണം ബുദ്ധിയില്ലാത്ത സുഹൃത്തും വിവേകമില്ലാത്ത ഭാര്യയും കൂടി ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേട്ടവർക്ക് എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൂടി. ഈ കേട്ടവർ ചോദിച്ചു, ഒന്നുകൂടെ വിശദമായി പറയാമോ, എന്താണ് കാര്യമെന്ന് പറയാമോ? അപ്പോൾ വിശദീകരിച്ചു എന്താണ് കാര്യമെന്ന്. ഈ ചടങ്ങിലേക്ക് വരാൻ വേണ്ടി ഭാര്യ, അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന ഭാര്യ ഇദ്ദേഹത്തിൻ്റെ ഷർട്ട് ഒക്കെ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടത്തെ തേപ്പ് പെട്ടിയാണ്, ഈ ചിരട്ടക്കരിയൊക്കെ വെച്ചുള്ള തേപ്പ് പെട്ടിയില്ലേ, ഈ തേപ്പ് പെട്ടി വെച്ച് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭാര്യ. ഈ സമയത്ത് അടുക്കളയിൽ എന്തോ പെട്ടെന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്തു, ഈ ഷർട്ടിൽ നിന്ന് തേപ്പ് പെട്ടി മാറ്റി ഇങ്ങനെ നേരെ വച്ചു. എന്നിട്ട് അങ്ങോട്ട് പോയി, അടുക്കളയിലേക്ക് പോയി. ഈ സമയത്താണ് അതിൻ്റെ അടിയിൽ, ആ തേപ്പ് മേശയുടെ അടുക്കൽ തന്നെ ഉണ്ടായിരുന്ന ടെലഫോൺ ബെൽ, അന്ന് ഇതുപോലത്തെ മൊബൈലല്ല, ലാൻഡ് ഫോണില്ലേ, ലാൻഡ് ഫോൺ ബെല്ലടിച്ചത്. അത് മുംബൈയിലുള്ള ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് വിളിച്ചിരിക്കുന്നത്. ഇനിയാണ് രസകരം. അപ്പോൾ നമ്മുടെ ആൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഭാര്യയെയും സുഹൃത്തിനെയും കുറ്റപ്പെടുത്തുന്ന ആൾ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ, ഫോണിൻ്റെ റിസീവറാണെന്ന് കരുതി തേപ്പ് പെട്ടിയെടുത്ത് വലത് കവിളിലേക്ക് വെച്ചു. ആരുടെ കുഴപ്പമാണ്? ആരുടെ കുഴപ്പമാണ്? ഈ ഗൃഹനാഥൻ്റെ കുഴപ്പമല്ലേ? ആണോ? അതോ ആ മുംബൈയിൽ നിന്നൊന്നും അറിയാതെ വിളിച്ച സുഹൃത്തിൻ്റെ കുഴപ്പമാണോ? അതോ ഭാര്യയുടെ കുഴപ്പമാണോ? ആരുടെ കുഴപ്പമാണോ? ഭാര്യയുടെ കുഴപ്പമാണെന്നാണ് പറയണേ. അതോ സുഹൃത്തിൻ്റെ പ്രശ്നമാണോ? ആ ഗൃഹനാഥൻ്റെ തന്നെ ജാഗ്രതയില്ലായ്മയാണെന്ന് നമുക്കറിയാം. അത് നോക്കിയെടുക്കണ്ടേ? ഇനി അടുത്തൊരു പ്രശ്നമുണ്ട്. ഇയാളുടെ 2 കവിളും പൊള്ളിയിരിപ്പുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ചോദിച്ചു, ഒരു കവിൾ പൊള്ളിയതിൻ്റെ കാര്യം മനസ്സിലായി. ആ മുംബൈയിലെ വിവേകമില്ലാത്ത സുഹൃത്തും ബുദ്ധിയില്ലാത്ത ഭാര്യയും കൂടെ ഒപ്പിച്ച പണിയാണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. പക്ഷെ താങ്കളുടെ ഇടത് കവിളും പൊള്ളിയിരിക്കുന്നല്ലോ, അതെന്താണ് കാരണം? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ വേദന കൊണ്ട് പൊളയുമ്പോൾ പോലും ആ വിവരദോഷി മുംബൈയിലെ സുഹൃത്ത് വീണ്ടും വിളിച്ചിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എടുത്ത് ഞാൻ ഇടത് കവിളിലേക്ക് വെച്ചു. ആരാ കുഴപ്പക്കാരൻ? മുംബൈയിലെ സുഹൃത്താണ് കുഴപ്പം. അല്ല, ഇദ്ദേഹത്തിന് ഈ ചടങ്ങിൽ വരാൻ വേണ്ടി ഷർട്ട് തേച്ച പാവം ഭാര്യയാണ് കുഴപ്പം. കേട്ടപ്പോൾ ചിരിക്കാൻ വലിയ ഉത്സാഹമുണ്ടല്ലേ? മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ ചിരിക്കാൻ ഉത്സാഹമുണ്ട്. പക്ഷേ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയത്തെ അനുഭവങ്ങൾ വേണം നമുക്ക് പഠിക്കാൻ. എത്രയത്തെ അനുഭവങ്ങൾ പഠിച്ചാൽ പോലും മനസ്സിലാക്കാത്ത ഒരു വിഭജനം തന്നെ ഉണ്ടായതാണ്. മതസംവരണത്തിൻ്റെ പേരിൽ ഒരു വിഭജനം വരെ ഉണ്ടായതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പട്ടാളക്കാരെ കുറച്ച് പേരെ കൊന്നിട്ടുണ്ട്. എന്നിട്ട് ഇനിയും പഠിക്കാത്തവർ. പക്ഷേ ഈ കഥ കേൾക്കുമ്പോൾ ചിരിക്കും എല്ലാവരും. ആ ഗൃഹനാഥൻ എന്ത് കുഴപ്പക്കാരനാണ്, ആ ഗൃഹനാഥൻ ചിന്തിക്കാൻ കഴിവില്ലേ, അയാളുടെ തന്നെയുള്ള കുഴപ്പമാണല്ലോ അയാൾ ഭാര്യയുടെ തലയിലേക്ക് വയ്ക്കുന്നത്, മുംബൈയിലെ സുഹൃത്തിനേക്ക് വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും നമ്മൾ.
കഥയല്ല, അത് ചിരിക്കാൻ എളുപ്പമുണ്ട്. ജീവിതത്തിൽ നമ്മൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ജാഗ്രതയില്ലായ്മ. അതാണ് പണ്ട് മഹാഭാരതം പറയുന്നത്, ഒരു മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ പ്രമാദം ആണെന്നാണ്. തന്നെ ചൂട് നിൽക്കുന്ന അപകടത്തെക്കുറിച്ച് അറിയാതിരിക്കുക, തൻ്റെ ശത്രുക്കളാരാണെന്ന് അറിയാതിരിക്കുക, അവർ തന്ത്രങ്ങളും ഭീഷണികളും മനസ്സിലാക്കാതിരിക്കുക, അതിനെതിരെ എങ്ങനെ നേരിടണം ചിന്തിക്കാതിരിക്കുക, ഇത് പറയുന്നവരെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, വിമർശിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് പ്രമാദം ബാധിച്ചവരെന്ന് മഹാഭാരതം പറയുന്നത്. അപ്പോൾ സ്വാധ്യായം, ശരിയായ പഠനത്തിലൂടെ, ശരിയായ ചിന്തയിലൂടെ ഈ പ്രമാദം നീക്കാനുള്ള സദ്ബുദ്ധി നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും 7:30 മണിക്ക് ഓൺലൈനായി ക്ലാസ്സുണ്ട്. ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങിൽപ്പെട്ടവരെ എങ്ങനെ മാറ്റിയെടുക്കാം, നമ്മുടെ ബ്രെയിൻ വാഷിങ് തന്നെ നമ്മളെ ബാധിച്ചതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്ന് ഓൺലൈനിലൂടെ ഫ്രീ ആയിട്ട് സൗജന്യമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 7:30-ക്കാണുള്ളത്. ഇവിടെ താഴെ അവിടെയുള്ള നമ്മുടെ കുട്ടികൾ നോട്ടീസ് തരും. ആ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്കതിൽ ചേരാൻ കഴിയും. അതെല്ലായിടത്തും പ്രചരിപ്പിക്കാനുള്ള സദ്ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ കാലഘട്ടത്തിലെ നവോത്ഥാനത്തിന് വേണ്ട മുന്നണി പടയാളികളായിട്ട് മാറാൻ ഈ വേദി, ഈ സമ്മേളനം ഉപകരിക്കട്ടെ എന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ, ഈ അവാർഡ് നൽകിയ എൻ്റെ സംഘാടകരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോട് കേട്ടിരുന്ന എല്ലാവരെയും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.